അതെ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതെ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ എന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്ത എന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്ന് എഴുതിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതിവെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിൽ അതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. വ്യക്തമല്ല, ഇതിന്റെ പേരാ ഗതികേട്. വ്യക്തമല്ല, ഇതിന്റെ പേരാണ് ഗതികേട് എന്നുള്ളത്. കാരണം കൃത്യമാണ് ഇവിടെ ആദർശം, വ്യക്തമാണ് നിലപാട്. ഇവിടെ എന്തിനാ ഈ കൊച്ചിയിൽ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കേൾപ്പിക്കുന്നത്? പാവം ആ ഹുസൈൻ സലഫി എവിടെങ്കിലും മൂപ്പര ഔങ്ങി നടക്കുകയാണ്. ഇതുവരെ സൂറത്തുൽ അൻആമിലെ 128 ആയത്തോതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ വല്ല മഞ്ഞക്കല്യാണമോ മറ്റെന്തെങ്കിലും കേസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നടക്കുന്ന സാധുവാണ് അദ്ദേഹം. എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങോട്ട് വലിച്ചിട്ട്? ഇതൊക്കെ പതുക്കെ ഔങ്ങി പോവല്ലേ? എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വലിച്ചിട്ടത്? ഇവിടെ നടത്തിയ ഈ കൊച്ചിയിൽ നടത്തിയ കൃത്രിമങ്ങളിൽ ഒരു കൃത്രിമമാണിത്. അത് പറയാൻ പടച്ചോൻ ഒരു തൗഫീഖ് ഉണ്ടാക്കലാണ്, റബ്ബ് തൗഫീഖ് ഉണ്ടാക്കല. ഒന്നിവിടെ നടത്തിയ കൃത്രിമം എന്താണെന്നറിയോ? ദാ ഈ ഇസ്ലാഹിൽ എഴുതിയ ലേഖനമാണ് വിവാദം. ജബ്ബാർ മൗലവി എഴുതിയ ലേഖനമാണ് വിവാദം. ഈ ലേഖനത്തിലാ ഉള്ളത് കേട്ടോ. എന്ത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുൻപിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നെഴുതിയത്. അഥവാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാള് വഴിയറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നു, ഇയാൾ മനസ്സിലാക്കേണ്ടത് ജിന്നുണ്ടാക്കിയ ശബ്ദമാണ്. അതിനെ ഒന്നിവിടെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് അങ്ങനെ ശബ്ദം കേട്ടാൽ ജിന്നാന്ന് വിചാരിക്കണം എന്ന് എഴുതിയ ജബ്ബാർ മൗലവിയാ. ബോധമുള്ളവർ വിചാരിക്കില്ല എന്നിവിടെ പറയാൻ. ബോധമില്ലാതെ എഴുതിയത് ജബ്ബാർ മൗലവിയാണ്.
അല്ലേ? ഈ ലേഖനം ഇവിടെ എഴുതി, എന്നിട്ട് ഇവിടെ നടത്തിയ ഒരു കൃത്രിമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ച നമ്മുടെ ഹാരിസ്, അദ്ദേഹത്തോട് ഇവിടെ നിന്ന് എഴുന്നേറ്റ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം പറയാണ്, നിങ്ങൾ ആ ലേഖനം മുഴുവനും വായിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പോൾ മൗലിദിലെ വരികൾ തെറ്റാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപപങ്കില നൗക വാഹനമിൽ സവാരി നടത്തി ഞാൻ പാവന പറുദീസയാക്കണമെൻ മനം നബി ധന്യവാൻ. അല്ലെങ്കിൽ കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ മുഹമ്മദ് നബിയോട് പൊറുക്കൽ ചോദിക്കുന്നത് കേട്ടാൽ അത് തെറ്റാന്ന് പറയണമെങ്കിൽ മുഹീദ്ദീൻമാലയും അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദും അതുപോലെ തന്നെ മുഴുവൻ കിതാബും ഈ മൗലൂദ് കിതാബ് മുഴുവൻ ഓതി നോക്കിയിട്ട് ഇത് തെറ്റാന്ന് പറയാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ എന്ന് ഹാരിസ് തിരിച്ചു ചോദിച്ചു. മൗലൂദിലെ ഒരു വരി അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ മൗലൂദ് മുഴുവൻ ഓതി നോക്കണോ? അപ്പോ ഈ ലേഖനം അതിൽ നിന്ന് ഉദ്ധരിച്ച വരികൾ ചോദിച്ചപ്പോൾ ഹാരിസ് ചോദിക്കുമ്പോ സ്റ്റേജിൽ നിന്ന് ആ ലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന കൗമ വിചാരിക്കണമെന്നറിയോ, ഈ ലേഖനം മുഴുവൻ വായിച്ചാൽ അതിനെതിരായതെന്തോ അതിലുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞു വായിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ വാചകയിലുണ്ടോ? ഉണ്ട്.